ഞാനീ പറയാൻ പോകുന്നത് എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് കേട്ടോ. ഇതിൽ തെറ്റുണ്ടാവാം, നിങ്ങൾ ക്ഷമിക്കുക. ചിലവർക്കിത് കേൾക്കുമ്പോൾ എന്നോട് ദേഷ്യം തോന്നാം. എന്നാലും ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് പറയുന്നത്. ഇത് ഇങ്ങനെ വർണ്ണിച്ചൊന്നും എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ. അറിയാവുന്ന പോലെ ഞാൻ പറയാം. അതായത് വിവാഹേതര ബന്ധങ്ങൾ, പരസ്ത്രീ ബന്ധം അല്ലെങ്കിൽ പരപുരുഷ ബന്ധം എന്ന് പറയത്തില്ലേ. ഓക്കെ, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ആരുടെ കൂടെ താമസിക്കണം, ആരുടെ കൂടെ താമസിക്കരുത് എന്നുള്ളത് പേഴ്സണൽ ചോയ്സാണ്. പക്ഷേ അതിനിടയിൽ പെട്ടുപോകുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളാണ്, അല്ലേ? നമ്മളിങ്ങനെ സെപ്പറേറ്റ് ആവുമ്പം ഇപ്പം ഭാര്യയ്ക്ക് ഭർത്താവിനെ വേണ്ട, ഭർത്താവിന് ഭാര്യേനെ വേണ്ട. പക്ഷെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ സ്വന്തം അപ്പനും അമ്മയാണ്. കുഞ്ഞുങ്ങൾക്ക് അവരുടെ അപ്പനെയും അമ്മേനെയും ഒരുമിച്ച് വേണമെന്നാണ്, അല്ലേ? അപ്പോൾ ഇങ്ങനെ ഈ റിലേഷൻഷിപ്പൊക്കെ ഉള്ളവർ, അല്ലെങ്കിൽ കല്യാണം കഴിച്ച് കഴിഞ്ഞ് നമുക്ക് മനസ്സിലാകും ഇത് മുന്നോട്ട് പോകാൻ പാടാണ്, അങ്ങനെയൊക്കെ തോന്നുന്നവർ, നിങ്ങൾ കല്യാണം കഴിഞ്ഞ് പെട്ടെന്ന് കൺസീവ് ആകാതിരിക്കുക. കാരണം നമ്മൾ ഒരു നെക്സ്റ്റ് ജനറേഷൻ ഉണ്ടായി, പിന്നെ ആ കുഞ്ഞുങ്ങളെ നമ്മൾ സഫർ ചെയ്യിപ്പിച്ച് നമ്മൾ ഈ അടുത്തിടെ ഒരു കഥ കേട്ടില്ലായിരുന്നു, ഒരു നടന്ന സംഭവം. കഥ പറഞ്ഞാൽ ഇപ്പം മറ്റൊരാൾക്കത് വെറും കഥ മാത്രമാണ്. ഒരു കുഞ്ഞിനെ ഈ രണ്ടാനച്ഛനും അമ്മയും കൂടെ ചേർന്ന് ഉപദ്രവിച്ച് ആ കുഞ്ഞ് മരിച്ചു പോയത്. പിന്നെ ഈ അടുത്ത രണ്ട് ദിവസം മുൻപ് എന്തുവാ, കുമളിയിലൊരു പയ്യൻ സൂയിസൈഡ് ചെയ്തത്. കാരണം എന്തുവാ, അതിൻ്റെ അത്രയും നാൾ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുഞ്ഞിനെ അതിൻ്റെ അമ്മയ്ക്ക് കൊടുത്തു. അമ്മയാണെങ്കിൽ ഗൾഫിൽ പോയി വേറൊരു റിലേഷനുണ്ടായി. അങ്ങനെ അത് ശരിക്കും എന്തൊരു ബുദ്ധിമുട്ടാണ്. ഇനി ആ വളർന്നു വരുന്ന ആ കൊച്ചിൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ കിട്ടിയതിൽ നമുക്ക് ഏത് പങ്കാളിനെയാണോ കിട്ടിയത്, ചിലപ്പോൾ ഒത്തിരി കുറവുകളുണ്ടായിരിക്കാം, നമുക്ക് ഒരുപാട് കുറവുകളുണ്ടായിരിക്കാം. പക്ഷെ കിട്ടിയതിനെ വളരെ മനോഹരമായിട്ട് പിണക്കങ്ങളും ഒക്കെ ഉണ്ടാവും. എന്നാലും കിട്ടിയതിനെ നമ്മളൊരു ബ്ലെസ്സിങ് ആയിട്ട് കണ്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ ഒരു പരിധി വരെ ഒക്കെ നമ്മുടെ ലൈഫ് നല്ലതാകുമായിരിക്കും, അല്ലേ?